ശരി. ശ്രീമതി സിജി പോൾ ജോർജ്, ഇപ്പോൾ നീറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഈ പറയുന്നത് പോലെ നമ്മൾ സംസാരിച്ചതുപോലെ പ്ലസ് ടു മാർക്കൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നീറ്റ് പഠിച്ചിറങ്ങി മറ്റു കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഈ പ്രശ്നം ഉദിക്കുന്നില്ല. ഇത്തരത്തിൽ CBSE വിഷയമെന്നോ സ്റ്റേറ്റ് വിഷയമെന്നോ എന്നൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇത് കണ്ട് പഠിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളത് ഒരു അധ്യാപിക എന്ന നിലയിൽ താങ്കൾക്കും പറയാനുണ്ടോ? വേണം സർ, നിർബന്ധമായും. എനിക്ക് അത് 100% ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഈ നീറ്റ് എക്സാം, JEE ഇതെല്ലാം നാഷണൽ ലെവലിൽ നാഷണൽ ലെവൽ എക്സാംസ് ആണ്. അപ്പൊ അതിനകത്ത് ഒരു ബയസ് അവിടെ ഒരിക്കലും വരുന്നില്ല. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് അഡ്മിഷൻസ് അവര് ഓപ്റ്റ് ചെയ്യുന്ന കോളേജിൽ അവർക്ക് കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബയസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. എനിക്ക് ഒറ്റ കാര്യം ഞാൻ നേരത്തെ മുതൽ ആവർത്തിച്ച് പറയുന്നത് അതാണ്. അൾട്ടിമേറ്റ്ലി എല്ലാ കുഞ്ഞുങ്ങളുടെയും സ്വപ്നം എന്ന് പറയുന്നത് അവര് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ ആർട്സ് കോഴ്സോ വാട്ട് എവർ ഇറ്റ് ഇസ്, അതിൽ അവരത് ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി അവർ ഇത്രയും ബുദ്ധിമുട്ട് എടുക്കുമ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഈ കമ്മീഷനിൽ ഉള്ള ആൾക്കാർ, ഒരു റിസോഴ്സ് പേഴ്സൺ, അത് കുട്ടികൾക്ക് എത്രത്തോളം നമ്മൾ ഈ കണ്ടക്ട് ചെയ്യുന്ന ഈ എക്സാംസ് അവർക്കത് ഉപയോഗപ്പെടും, അല്ലെങ്കിൽ ഒരു തരത്തിലും അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയാതെ അവരത് അറ്റൻഡ് ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കും എന്നൊരു ഉറപ്പ്, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെ നീറ്റും JEE ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും അതുപോലെ കണ്ടക്ട് ചെയ്താൽ ഇറ്റ് ഇസ് റിയലി അപ്രീഷിയബിൾ. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ആവശ്യമേ വരുന്നില്ല അവിടെ. സോ ഒരു നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഈ എക്സാം എഴുതി കുട്ടികൾ ആഗ്രഹിക്കുന്ന, നേരത്തെ സാർ പറഞ്ഞതുപോലെ ഡ്രോപ്പ് ഔട്ട് കേസസ് ഇപ്പൊ മാർക്ക് ലഭിക്കാതെ തന്നെ ഇഷ്ടംപോലെ നമ്മുടെ അന്യ സംസ്ഥാനത്തൊക്കെ ഇഷ്ടംപോലെ അഡ്മിഷൻസ് അവർ കോൾ ഫോർ ചെയ്യുന്നുണ്ട്. എനിക്കൊരു അവസരം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു പ്രസിദ്ധമായ ഒരു ആർട്സ് കോളേജിൽ ഞാനൊരു കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ അഡ്മിഷൻ പ്രോസസ്സിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്ത് വന്ന പകുതി കുട്ടികളും സാർ ബിലീവ് ചെയ്യത്തില്ല, 3 years BE കംപ്ലീറ്റ് ചെയ്യാതെ എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് പിന്നെ ഇവിടെ അഡ്മിഷൻ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ വന്നത് BAക്കാണ്, BA ലിറ്ററേച്ചറിന്. നമുക്ക് സങ്കടം വരും, എത്ര ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട്. അപ്പൊ ഈ സിസ്റ്റം ഇതിൽ ശരിയല്ലാത്ത ആയതുകൊണ്ടാണല്ലോ സർ. അപ്പം അതുപോലെ JEE നീറ്റ് പോലെ ഒരു സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ് ഇസ് റിയലി വെൽക്കം. വി വെൽക്കം ദാറ്റ്. അതായിരിക്കും ഏറ്റവും നല്ലത് കുട്ടികൾക്ക്. ശരി. പ്രൊഫസർ ഐജി ജോർജ്, ഇപ്പോൾ നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക്. ശരി, ഈ കേരളത്തിൽ തന്നെ മികച്ച ഒരു സിസ്റ്റം ഉണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുറ്റമറ്റ രീതിയിൽ പ്രവേശന പരീക്ഷ എത്രയോ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവേശന പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവർ റാങ്കും തയ്യാറാക്കുന്നത്.